സ്വാഗതം. ടൊറാക്കിൾ ബൈ ഇന്ദിര എന്നുള്ള ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ. ഇന്ന് ഏഞ്ചൽസിൻ്റെ മെസ്സേജാണ് എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കാർഡ് എനർജി. ഇന്ന് എങ്ങനെയുള്ള എനർജിയാണോ ഒരാളുടെ എനർജി നോക്കണം. ഒരു ക്യാരക്ടറുണ്ട്. ആ എനർജിയിൽ പിന്നീട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള അഡ്വൈസും കൂടി നമ്മൾ ഏഞ്ചൽസിനോട് ചോദിക്കുകയാണ്. അപ്പോൾ എനർജിയുടെ സ്ഥാനത്ത് വന്നേക്കണേ കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്നാണ്. അതായത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് ക്ലിയറായിട്ട് ചെയ്യണം. അതായത് മറ്റുള്ളവർ നമ്മുടെ കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കിക്കോളും എന്ന് വിചാരിക്കുന്നത് ശരിയല്ല. നമ്മൾ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ക്ലിയറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ അവിടെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവില്ല. മാത്രമല്ല കാര്യങ്ങൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, ക്ലിയറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ സുഗമമായി നടക്കും. അതല്ലെങ്കിൽ അവിടെ മിസ്അണ്ടർസ്റ്റാൻഡിങ് വരും. മറ്റുള്ളവരെ മനസ്സിലാക്കിക്കോളും എന്ന് നമ്മൾ വിചാരിക്കുന്നത് ശരിയല്ല. ക്ലിയറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എനർജി എന്നുള്ള കാർഡിൽ വന്നേക്കണം. അപ്പോൾ എനർജിയുടെ അവിടെ എന്താണ്, കമ്മ്യൂണിക്കേഷൻ ശരിയാവണില്ല. അതാണ് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്ന് വന്നേക്കണം. ഇപ്പോൾ അതിന് എന്താണ് അഡ്വൈസ് എന്നിങ്ങനെ ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ്. അതാണ് ഏഞ്ചൽസിൻ്റെ അഡ്വൈസ്. അതായത് മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ സഹായം ചോദിക്കുക. കാരണം എല്ലാ കാര്യങ്ങളും തൻ്റെ കൈ കൊണ്ട് തന്നെ നടക്കണമെന്ന് വാശി പിടിക്കുമ്പോൾ നമ്മൾക്ക് ഫിസിക്കലി ആയിട്ട് ഇമോഷണലി നമ്മളെ വെല്ലുവിളികളെ ഫേസ് ചെയ്യേണ്ടി വരും. നേരെ വെച്ച് നമ്മുടെ ഗുഡ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്ത് നമ്മൾ സഹായം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഇൻഫർമേഷൻ കിട്ടും. മാത്രമല്ല ഫിസിക്കൽ ഹെൽപ്പ് കിട്ടുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഫീലിങ്സ് കുറച്ചും കൂടി ബെറ്റർ ആവും. ഫിസിക്കലി ഇമോഷണലി നമ്മളുടെ കാര്യങ്ങൾ കുറച്ചും കൂടി ബെറ്ററായിട്ട് നടക്കും. അതുകൊണ്ടാണ് ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ്. ഇതാണ് ഇന്നത്തെ ഏഞ്ചൽസിൻ്റെ മെസ്സേജസ്. ഇത് ജനറൽ റീഡിംഗ് ആണ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്താൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.